അബദ്ധത്തിൽ ഒരു മൃതദേഹം തൊട്ടതുകൊണ്ട് ലിസ ഉണർന്നു. താനൊരു പുരുഷനായി മാറിയത് കണ്ട് ഞെട്ടിപ്പോയി. കണ്ണാടിയിൽ നോക്കി സ്തബ്ധനായി. ഇത് തന്റെ വീടല്ലെന്നവൾ മനസ്സിലാക്കി. കൈയിലെ ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ അവൾ പെട്ടെന്നത് തിരിച്ചറിഞ്ഞു. ആ മൃതദേഹത്തിലുള്ളതിന് സമാനമാണിതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ലിസയെ ഒരു തോട്ടത്തിൽ ജോലിക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയതിന് തൊട്ടുപിന്നാലെ താൻ മരിച്ചയാളായി മാറിയെന്നും ഇതവന്റെ വീടാണെന്നും അവൾ മനസ്സിലാക്കി. പക്ഷേ മൃതദേഹം പരിശോധിക്കാൻ അവൾ ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ അവൾ റോഡരികിലേക്ക് ഒളിച്ചോടി. ഒരു വണ്ടി ഓടിക്കാൻ ശ്രമിച്ചു. ആരും അവളെ തടയാൻ തയ്യാറായില്ല. നിരാശയോടെ അവൾ ഷർട്ട് ഊരിമാറ്റി. ഒടുവിൽ ഒരു വനിതാ ഡ്രൈവർ വണ്ടി നിർത്തി. എന്നാൽ അവൾ പോകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആ സ്ത്രീ അവളെ ഒരു ചെറിയ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ സിനിമാ തിയേറ്ററിന് പുറത്ത് ടെർമിനേറ്ററിന്റെ ഒരു പോസ്റ്റർ ലിസ കണ്ടു. 30 വർഷം മുമ്പ് താൻ എങ്ങനെയോ അവിടെ എത്തിയെന്നവൾ മനസ്സിലാക്കി. സഹായത്തിനായി ഒരു ഫോൺ കോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് സഹായം ചോദിക്കാൻ കഴിയുന്ന ആളുകൾ ഇതുവരെ ജനിച്ചിട്ടില്ലെന്ന് അവൾ ഓർമ്മിച്ചു. ആ നിമിഷം ഒരു സ്ത്രീ അടുത്തുവന്ന് അവൾക്കൊരു യാത്ര വാഗ്ദാനം ചെയ്തു. പക്ഷേ ആ സ്ത്രീ ഒടുവിൽ ലിസയുടെ ഭാവി വീട്ടിലേക്ക് കൊണ്ടുപോയി. അകത്ത് ലിസ തന്റെ മാതാപിതാക്കളെ വളരെ പ്രായം കുറഞ്ഞവരായി കണ്ടെത്തി. അപ്പോൾ അവളെ അവിടെ കൊണ്ടുവന്ന സ്ത്രീ പെട്ടെന്ന് ഒരു ബാൻഡ് ഓഡീഷന് സമയമായി എന്ന് പ്രഖ്യാപിച്ചു. ലിസ ബാൻഡിൽ ചേരണമെന്നവൾ ആഗ്രഹിച്ചു. പക്ഷേ ലിസ ജീവിതത്തിൽ ഒരിക്കലും ഒരു വാദ്യോപകരണവും വായിച്ചിട്ടില്ല. അവൾ കാരണം ബാൻഡിന് പ്രകടനത്തിൽ അവസരം നഷ്ടപ്പെട്ടു. പിന്നീട് മരിച്ചയാളുടെ പിതാവ് ലിസയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവിടെ മരിച്ചയാൾ എഴുതിയ ഒരു നോട്ട്ബുക്ക് അവൾ കണ്ടെത്തി. അവസാന പേജിൽ അത് ഉണരുക എന്ന് മാത്രമായിരുന്നു. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന് നോട്ട്ബുക്കിൽ വെളിപ്പെടുത്തി. ലിസ നോട്ട്ബുക്ക് ഒരു മരത്തിനടിയിൽ കുഴിച്ചിട്ടു. പിറ്റേന്ന് രാവിലെ അവൾ സ്വന്തം ശരീരത്തിൽ വീണ്ടും ഉണർന്നു. ആ ദിവസത്തെ പത്രത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള ഒരു തലക്കെട്ടുണ്ടായിരുന്നു. അവൾ നോട്ട്ബുക്ക് കുഴിച്ചിട്ട സ്ഥലത്തേക്ക് ഓടി. തീർച്ചയായും അവൾ മണ്ണിൽ കുഴിച്ചപ്പോൾ നോട്ട്ബുക്ക് ശരിക്കും അവിടെയുണ്ടായിരുന്നു. സമയയാത്ര എല്ലാം യഥാർത്ഥമായിരുന്നു.